നമ്മുടെ പ്രഗ്നൻസിൻ്റെ സമയത്ത് ബേബീനെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ബേബിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും മേജറായിട്ട് അംഗവൈകല്യമുണ്ടോ ഇല്ല. ബന്ധത്തിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ജനറ്റിക് ഡിസോർഡേഴ്സ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളൊരു ബേസിക് ഒരു പ്രിലിമിനറി സ്ക്രീനിങ് ചെയ്യും. അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രഗ്നൻസിൻ്റെ സമയത്ത് അതിലൊരു ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ലോ റിസ്ക്, അതായത് ഒരു ഫാമിലി ഹിസ്റ്ററി ഇല്ല, അവരുടെ ഫാമിലിയിലെ ഹിസ്റ്ററി ഇല്ല, അവർക്ക് നേരത്തെ അങ്ങനത്തെ ഒരു കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ കോമൺ ആയിട്ട് ജനറ്റിക് ഡിസോർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് മാത്രം ചെയ്യുള്ളൂ. അതിൽ മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മൊങ്കോളിസം എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഒരു ഗർഭിണി സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാവാൻ എത്രത്തോളം സാധ്യത ഉണ്ടോ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3rd മന്തിലൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, സ്കാനിൻ്റെ കൂടെ തന്നെ. ഏത് റിസ്ക് കാറ്റഗറിയിലാണ് ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ബേബി വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കൺഫർമേറ്ററി ടെസ്റ്റിൻ്റെ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ സോ ജനറ്റിക് ഡിസോർഡേഴ്സ് ആസ് ഫാർ ആസ് ആർ കൺസേൺഡ് നമുക്ക് ഈ കോമൺ ജനറ്റിക് ഡിസോർഡേഴ്സ് നമ്മൾ ഫുൾ പോപ്പുലേഷന് സ്ക്രീൻ ചെയ്യും. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അഡീഷണൽ ടെസ്റ്റ് നമ്മൾ ചെയ്യും. സ്കാനിൽ നമുക്ക് മേജറായിട്ട് എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ ഇല്ലേ അത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ.